ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ വരവ്. ബി.ജെ.പിയുടെ സുരേഷ് ഗോപി 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂർ എടുത്തത്. മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. മൂന്നാം സ്ഥാനത്ത് ആയിരുന്ന ബി.ജെ.പി പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്തി. മുൻകാലങ്ങളിലെ ചരിത്രം തിരുത്തിക്കുറിച്ച് മുന്നേറാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ഇപ്പോഴുണ്ട്. അതുപോലെ വോട്ട് വിഹിതം ഉയർത്താനായതിന്റെ ആവേശത്തിൽ കേരളത്തിൽ പുതിയ രീതികൾ അവലംബിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. CPM കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിച്ച് മുന്നേറാനാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നതും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടുകൾ കുത്തനെ ഉയർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. ഈ സാഹചര്യം കേരളത്തിൽ ഉണ്ടായതാണ് പുതിയ തന്ത്രങ്ങൾ മെനയാൻ ബി.ജെ.പിയെ പ്രേരിപ്പിച്ചതും. കേരളം മൊത്തത്തിലെടുക്കാനുള്ള ശ്രമങ്ങളും പുതിയ തന്ത്രങ്ങളുമാണ് ബി.ജെ.പി ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ ബി.ജെ.പിയിലേക്ക് വലിയൊരു ശതമാനം വോട്ട് എത്തിച്ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം, തളിപ്പറമ്പ്, അഴീക്കോട്, മട്ടന്നൂർ തുടങ്ങി CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പി വോട്ട് വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ 8047 വോട്ടുകൾ അധികമായി നേടാനായി. മറ്റൊരു പാർട്ടി കേന്ദ്രമായ മട്ടന്നൂരിൽ 7547, അഴീക്കോട് മണ്ഡലത്തിൽ 8104 എന്നിങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. ഇവിടങ്ങളിലെല്ലാം CPM വോട്ട് ബി.ജെ.പിയിലേക്ക് ഒഴുകിയെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ബി.ജെ.പി ഇത്തവണ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം ആലപ്പുഴയായിരുന്നു. 2019 17.24% നിന്ന് വോട്ട് വിഹിതം 28.3 ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുന്നപ്ര, വടക്ക് അടക്കമുള്ള 12 പഞ്ചായത്തുകളിൽ LDFന് മുന്നിലെത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഈ പഞ്ചായത്തുകൾ തന്നെയാണ് ബി.ജെ.പി സാമ്പിൾ പഠനത്തിന് എടുത്തിരിക്കുന്നതെന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ CPM കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങൾ, ബൂത്ത്, പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക. CPMകാരുടെ ബി.ജെ.പി വിരുദ്ധ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് വർധനയിൽ ബി.ജെ.പി വിലയിരുത്തുന്നത്. ആഞ്ഞു ശ്രമിച്ചാൽ പാർട്ടിക്ക് ഈ വോട്ടുകൾ കുത്തനെ ഉയർത്താനാകുമെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പിക്ക് അംഗത്വം പോലുമില്ലാത്ത ബൂത്തുകളിൽ പോലും വോട്ട് നേടിയെന്നത് കേരളത്തിലെ അനുകൂല സാഹചര്യമാണ് ബി.ജെ.പി കണക്കാക്കുന്നത്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്തി പാർട്ടി അംഗത്വം നൽകാനുള്ള ശ്രമങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട്. പഠനം സംബന്ധിച്ച റിപ്പോർട്ട് വൈകാതെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും കൈമാറുന്നതുമാണ്. എന്തായാലും നിലവിൽ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വോട്ടൊഴുകി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി വോട്ട് ചെയ്യൽ രീതി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവ് P.K. കൃഷ്ണദാസനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതുപോലെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും റിപ്പോർട്ട് നൽകണം. പാറപ്രം, പിണറായി, കയ്യൂർ, കരിവള്ളൂർ, കാവുമ്പായി, തില്ലങ്കേരി, രാവണീശ്വരം, മടിക്കൈ, ഒഞ്ചിയം, പുന്നപ്ര തുടങ്ങിയ വിപ്ലവ ഭൂമികളിലെല്ലാം ബി.ജെ.പിക്ക് മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. CPM പ്രവർത്തകരുടെ ബി.ജെ.പി വിരുദ്ധ മനസ്സ് മാറിയതിന്റെ തെളിവായാണ് ഇതിനെ ബി.ജെ.പി വിലയിരുത്തുന്നത്. ബി.ജെ.പി CPM സംഘർഷം കുറഞ്ഞതാണ് ഇതിന് കാരണമെന്ന് മുതിർന്ന ബി.ജെ.പി നേതാവും പറഞ്ഞു. ഇടതു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വോട്ട് ചോർന്നതിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ നയം മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി.ജെ.പി വളരുമെന്ന പൊതുവിലയിരുത്തലിൽ നിന്ന് ഇടതു പാർട്ടികളുടെ തളർച്ച മുതലാക്കിയാൽ നേട്ടമുണ്ടാക്കാമെന്ന നിലപാടിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുക. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, വടക്ക് അടക്കമുള്ള 12 പഞ്ചായത്തുകളിൽ ബി.ജെ.പി LDFന് മുന്നിലെത്തിയിരുന്നു. ഈ പഞ്ചായത്തുകളാണ് സാമ്പിൾ പഠനത്തിനായി എടുത്തിരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ ഭരണമെന്നത് ബി.ജെ.പിക്ക് അപ്രാപ്യമല്ലെന്ന തിരിച്ചറിവാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാഞ്ഞു പിടിച്ചാൽ ബി.ജെ.പിക്ക് 20 സീറ്റുകൾ നിഷ്പ്രയാസം വിജയിക്കാനാകുമെന്ന് ബി.ജെ.പി ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും 20% വോട്ട് നേടാനും ബി.ജെ.പിക്ക് സാധിച്ചു. കഴിഞ്ഞ തവണ നേമത്ത് മാത്രം ഒന്നാമതെത്തിയ ബി.ജെ.പി ഇത്തവണ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിനു പുറമെ വട്ടിയൂർക്കാവിൽ,
8162, കഴക്കൂട്ടത്ത് 10842, കാട്ടാക്കട 4779, ആറ്റിങ്ങൽ 6287, പുതുക്കാട് 12692, ഇരിഞ്ഞാലക്കുടയിൽ 13950, നാട്ടികയിൽ 13950, തൃശൂരിൽ 14117, ഒല്ലൂരിൽ 10363, മണലൂരിൽ 8013 എന്നിങ്ങനെ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാമതായി. ഇടതുമുന്നണിക്ക് 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്താൻ കഴിഞ്ഞത്. UDF 110 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. ഇനി BJP ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ അത് നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, മണലൂർ എന്നിവയാണ്. BJP രണ്ടാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിങ്ങനെയാണ്. ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം തന്നെ, അതായത് BJP ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വിജയ സാധ്യത ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJP വിലയിരുത്തുന്നത്.